ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അടുത്തിടെ സ്ഥാപിച്ച രാജ്യം? ചൈന, ബെയ്ജിംഗ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അടുത്തിടെ സ്ഥാപിച്ച രാജ്യം ചൈനയാണ്. ചൈനയിലെ ബെയ്ജിങ്ങിൽ. മൈസൂരു വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റത്? PV ഉഷാകുമാരി. മൈസൂരു വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റത് PV ഉഷാകുമാരി. ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ 9 നഗരങ്ങളിൽ ഭൂതല സ്റ്റേഷനുകൾ സ്ഥാപിച്ച ടെലികോം കമ്പനി സ്റ്റാർലിങ്ക്. ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ 9 നഗരങ്ങളിൽ ഭൂതല സ്റ്റേഷനുകൾ സ്ഥാപിച്ച ടെലികോം കമ്പനി സ്റ്റാർലിങ്ക്. ഇന്ത്യയിൽ ആദ്യമായി യാത്രാവിമാനം നിർമ്മിക്കുന്നതിനായി റഷ്യയുടെ യുണൈറ്റഡ് എയർ ട്രാഫിക് കോർപ്പറേഷനുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇന്ത്യയിൽ ആദ്യമായി യാത്രാവിമാനം നിർമ്മിക്കുന്നതിനായി റഷ്യയുടെ യുണൈറ്റഡ് എയർ ട്രാഫിക് കോർപ്പറേഷനുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏത് പദ്ധതിയിലാണ് കേരളം ഒപ്പുവെച്ചത്? PM ശ്രീ. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏത് പദ്ധതിയിലാണ് കേരളം ഒപ്പുവെച്ചത്? PM ശ്രീ. സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ്? നീരജ് ചോപ്ര. സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ് നീരജ് ചോപ്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്? INS മാഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS മാഹി. ഓപ്പൺ AIയുടെ പുതിയ വെബ് ബ്രൗസർ അറ്റ്ലസ്. ഓപ്പൺ AIയുടെ പുതിയ വെബ് ബ്രൗസർ അറ്റ്ലസ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം? ചൈന. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ചൈന. 26 ലക്ഷം ചെരാതുകൾ തെളിയിച്ച് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ നഗരം? അയോധ്യ. 26 ലക്ഷം ചെരാതുകൾ തെളിയിച്ച് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ നഗരം അയോധ്യ. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നി. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് 2025 സെപ്റ്റംബർ 25-ന് DRDO വിക്ഷേപിച്ചത്. രാജ്യത്ത് എവിടെയുമുള്ള റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൻ്റെ പ്രത്യേകത. റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും. റെയിൽ ശൃംഖലയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കാനിസ്റ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യ ഇടം നേടി. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നി.
UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80. ബെറ്റർ ടുഗദർ 80 years ആൻഡ് മോർ പീസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം. UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 25 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80. ബെറ്റർ ടുഗദർ 80 years ആൻഡ് മോർ പീസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ്? വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. സമുദ്രനിരപ്പിന് 862 അടി ഉയരത്തിൽ കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 55 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൻ്റെ 38 മീറ്റർ നീളത്തെയാണ് മറികടന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ്? വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസ്. 1 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് പുരസ്കാരം. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിന്. IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെ വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ ഇതര വിസ പരിഷ്കരിക്കാൻ US സർക്കാർ തീരുമാനിച്ചു. വിസയുടെ പേര് H1B. IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ ഇതര വിസ പരിഷ്കരിക്കാൻ US സർക്കാർ തീരുമാനിച്ചു. വിസയുടെ പേര് H1B. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയുമായി ഉണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണിത്. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയ്. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ വയോസേവാ അവാർഡുകൾ നേടിയത് നടി ഷീല, ഗായിക PK മേദിനി. ആജീവനാന്ത സംഭാവനയാണ് ഇരുവർക്കും 1 ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരം ലഭിച്ചത്. മറ്റ് പുരസ്കാരങ്ങൾ മികച്ച കോർപ്പറേഷൻ കൊച്ചി, മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, മികച്ച നഗരസഭ നെടുമങ്ങാട്, ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവാ അവാർഡുകൾ നേടിയത് നടി ഷീല, ഗായിക PK മേദിനി. ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഇരുവർക്കും 1 ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരം ലഭിച്ചത്. മറ്റ് പുരസ്കാരങ്ങൾ മികച്ച കോർപ്പറേഷൻ കൊച്ചി, മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, മികച്ച നഗരസഭ നെടുമങ്ങാട്, ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത. ലോക വിനോദസഞ്ചാര ദിനം എന്നാണ്? സെപ്റ്റംബർ 27. ലോക വിനോദസഞ്ചാര ദിനം എന്നാണ്? സെപ്റ്റംബർ 27. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ 1980 മുതൽ ദിനാചരണം നടന്നുവരുന്നു. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് 2025 ദിനാചരണ വിഷയം. മലേഷ്യയിലെ മലാക്ക നഗരത്തിലാണ് 2025 ആഗോള വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത്. ലോക വിനോദസഞ്ചാര ദിനം എന്നാണ്? സെപ്റ്റംബർ 27. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ UNWTOയുടെ ആഭിമുഖ്യത്തിൽ 1980 മുതൽ ദിനാചരണം നടന്നുവരുന്നു. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് 2025 ദിനാചരണ വിഷയം. മലേഷ്യയിലെ
മലാക്ക നഗരത്തിലാണ് 2025 ആഗോള വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത്. മലേഷ്യയിലെ മലാക്ക നഗരത്തിൽ 2025 ആഗോള വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത്. കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി. പേര് ബിയോണ്ട് സിനിസിസം കേരള 2.0 ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ്. PH കുര്യൻ, T ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി. പേര് ബിയോണ്ട് സിനിസിസം കേരള 2.0 ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ്. അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത്? അരുക്കുറ്റി, ആലപ്പുഴ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പെരിയാറിനെ അന്നത്തെ രാജഭരണം അരുക്കുറ്റിയിലെ ജയിലിലടച്ചതിൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട് സർക്കാരാണ് തന്തൈ പെരിയാർ സ്മാരകം നിർമ്മിക്കുന്നത്. 1985 വൈക്കത്ത് പെരിയാറിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത്? അരുക്കുറ്റി, ആലപ്പുഴയാണ്. ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജിയോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐ ആം ജിയോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസ് എന്നാണ് ആത്മകഥയുടെ പേര്. ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജിയോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐ ആം ജിയോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസ് എന്നാണ് ആത്മകഥയുടെ പേര്. ലോക ഹൃദയദിനം എന്നാണ്? സെപ്റ്റംബർ 29. ലോക ഹൃദയദിനം എന്നാണ് സെപ്റ്റംബർ 29. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 5. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ 9ാം തവണയാണ് ഇന്ത്യ കിരീടം നേടിയത്. 2020 ഫോർമാറ്റിൽ 2ാം തവണയും. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 5 വിക്കറ്റിന്. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ 9ാം തവണയാണ് ഇന്ത്യ കിരീടം നേടിയത്. 2020 ഫോർമാറ്റിൽ 2ാം തവണയും. തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? സെപ്റ്റംബർ 27 തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയുടെ പ്രചാരണ യോഗത്തിനിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട്. ദുരന്തത്തിൽ 41 പേർ മരിച്ചു. തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? സെപ്റ്റംബർ 27 തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയുടെ പ്രചാരണ യോഗത്തിനിടെ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട്. ദുരന്തത്തിൽ 41 പേർ മരിച്ചു. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി രണ്ടാമതും നിയമിക്കപ്പെട്ടത് ആര്? R വെങ്കട്ടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി രണ്ടാമതും നിയമിക്കപ്പെട്ടത് ആര്? R വെങ്കട്ടരമണി. മലയാളി കൂടിയായ നിയമജ്ഞൻ KK വേണുഗോപാൽ വിരമിച്ച ഒഴിവിൽ 2022 ആദ്യം നിയമിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കട്ടരമണി. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത്? ശ്രീവിജയപുരത്ത്. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെയാണിത്. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം നാച്ചുറൽ ഗ്യാസ് കണ്ടെത്തിയത്? ശ്രീവിജയപുരത്ത്.
KG ശങ്കരപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവിയും നിരൂപകനുമായ KG ശങ്കരപിള്ളയ്ക്ക് ലഭിച്ചു. കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശിയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അമ്മമാർ, ഞാൻ എൻ്റെ എതിർകക്ഷി, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സഞ്ചാരി മരങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. KG ശങ്കരപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവിയും നിരൂപകനുമായ KG ശങ്കരപിള്ളയ്ക്ക് ലഭിച്ചു. കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശിയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അമ്മമാർ, ഞാൻ എൻ്റെ എതിർകക്ഷി, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സഞ്ചാരി മരങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ടീമോറിന് ആസിയാൻ അംഗത്വം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാം അംഗരാജ്യമായി കിഴക്കൻ ടീമോർ ലെസ്റ്റ തിരഞ്ഞെടുക്കപ്പെട്ടു. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അംഗത്വം ലഭിക്കുന്നത്. മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിലാണ് ടീമോറിൻ്റെ പ്രധാനമന്ത്രിയായ സനാന ഗുസ്മാവോ അംഗത്വ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമാണ് ടീമോർ. 24 വർഷത്തെ അധിനിവേശത്തിനൊടുവിൽ 2002 സ്വതന്ത്രമായി. 2011 പ്രസിഡന്റ് റാമോസ് ഹോർത്തയുടെ ഭരണകാലത്താണ് അംഗത്വത്തിന് അപേക്ഷിക്കുന്നത്. 2022 നിരീക്ഷക പദവി ലഭിച്ചു. ടീമോറിന് ആസിയാൻ അംഗത്വം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാം അംഗരാജ്യമായി കിഴക്കൻ ടീമോർ ലെസ്റ്റ തിരഞ്ഞെടുക്കപ്പെട്ടു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ. ആസിയാനിലെ 11ാമത്തെ അംഗരാജ്യമാണ് ടീമോർ. ഓർത്തു വെച്ചോണേ. മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിലാണ് ടീമോറിൻ്റെ പ്രധാനമന്ത്രിയായ സനാന ഗുസ്മാവോ അംഗത്വ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഭാരത് ടാക്സി പരീക്ഷണം നവംബറിൽ. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സഹകരണ മന്ത്രാലയവും ദേശീയ ഗവേണൻസ് ഡിവിഷനും സംയുക്തമായി നടപ്പാക്കുന്ന ഭാരത് ടാക്സി സർവീസുകളുടെ പരീക്ഷണയോട്ടം നടന്നു. ഡൽഹിയിലാണ് ആദ്യഘട്ട സർവീസുകൾ ആരംഭിക്കുക. തുടർന്ന് ഡിസംബറോടെ രാജ്യത്തെ തിരഞ്ഞെടുത്ത 20 നഗരങ്ങളിൽ കൂടി പ്രാബല്യത്തിൽ വരും. യാത്രക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കുകളാണ് ഭാരത് ടാക്സിക്കുണ്ടാവുക. ഡ്രൈവർമാരെ ഓഹരി ഉടമകളാക്കുന്ന രാജ്യത്തെ ആദ്യ സഹകരണ ടാക്സി സേവനമാണിത്. കമ്മീഷൻ വ്യവസ്ഥയില്ലാത്തതിനാൽ വരുമാനത്തിൻ്റെ 100% ഡ്രൈവർമാർക്ക് ലഭിക്കും. ഭാരത് ടാക്സി പരീക്ഷണം നവംബറിൽ. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സഹകരണ മന്ത്രാലയവും ദേശീയ ഗവേണൻസ് ഡിവിഷനും സംയുക്തമായി നടപ്പാക്കുന്ന ഭാരത് ടാക്സി സർവീസുകളുടെ പരീക്ഷണയോട്ടം നടത്തുന്നു. കേരളത്തിൽ SIR. കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടിക പ്രത്യേക പരിഷ്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നവംബറിൽ തുടങ്ങി ഡിസംബർ 4 വരെയാണ് വീടുകൾ കയറിയുള്ള എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുക. കേരളത്തിൽ 2002 അവസാനമായി SIR നടന്നത്. സംസ്ഥാനത്ത് നിലവിൽ 2.785 കോടി വോട്ടർമാരുണ്ട്. കേരളത്തിൽ SIR. കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടിക പ്രത്യേക പരിഷ്കരണത്തിലൂടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നവംബറിൽ തുടങ്ങി ഡിസംബർ 4 വരെയാണ് വീടുകൾ കയറിയുള്ള എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുക. കേരളത്തിൽ 2002 അവസാനമായി SIR നടന്നത്. സംസ്ഥാനത്ത് നിലവിൽ 2.785 കോടി വോട്ടർമാരുണ്ട്. വിജ്ഞാൻ ശ്രീ പുരസ്കാരം. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം മലയാളി ശാസ്ത്രജ്ഞരായ പ്രൊഫസർ പ്രദീപ് തലാപ്പിക്കും N. ജയനും ലഭിച്ചു. പ്രദീപിന് രസതന്ത്രത്തിനും
ജയന് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുമാണ് പുരസ്കാരം. അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനായ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർക്കലിക്ക് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന സമ്മാനിക്കും. എട്ട് ശാസ്ത്രജ്ഞർക്കാണ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം. 14 പേർക്ക് വിജ്ഞാൻ യുവ പുരസ്കാരവും ലഭിച്ചു. 8 ശാസ്ത്രജ്ഞർക്കാണ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം. 14 പേർക്ക് വിജ്ഞാൻ യുവ പുരസ്കാരവും ലഭിച്ചു. ജമ്മു കാശ്മീരിലെ ലാവണ്ടർ ദൗത്യം നടത്തിയ CSIR ആരോമ മിഷൻ സംഘം വിജ്ഞാൻ ടീം പുരസ്കാരം നേടി. വിജ്ഞാൻ ശ്രീ പുരസ്കാരം. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം മലയാളി ശാസ്ത്രജ്ഞരായ പ്രൊഫസർ പ്രദീപ് തലാപ്പിനും ജയനും ലഭിച്ചു. പ്രദീപിന് രസതന്ത്രത്തിനും ജയന് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുമാണ് പുരസ്കാരം. സംസ്ഥാന സ്കൂൾ കായികമേള. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായി. 203 സ്വർണവും 147 വെള്ളിയും 171 വെങ്കലവും അടക്കം 1825 പോയിന്റാണ് തിരുവനന്തപുരം നേടിയത്. വിജയികൾക്ക് 117.5 പവന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് സ്വർണ്ണക്കപ്പ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സമ്മാനിച്ചു. 892 പോയിന്റുമായി തൃശൂർ 2ാം സ്ഥാനത്തും 859 പോയിന്റുമായി കണ്ണൂർ 3ാം സ്ഥാനത്തും എത്തി. അത്ലറ്റിക്സിൽ മലപ്പുറമാണ് ജേതാക്കള്. അടുത്ത വർഷത്തെ മേളയ്ക്ക് കണ്ണൂർ വേദിയാകും. സംസ്ഥാന സ്കൂൾ കായികമേള. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായി. ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് സമ്മാനങ്ങൾ നൽകിയത്. 2ാം സ്ഥാനം സ്കൂൾ കായികമേളയിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിനാണ്. 3ാം സ്ഥാനം കണ്ണൂരിനാണ്. അത്ലറ്റിക്സിൽ ജേതാക്കൾ മലപ്പുറമാണ്. അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത് കണ്ണൂരിലാണ്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടി പറയാം. സംസ്ഥാനത്തെ സ്കൂൾ കായികമേള ഇത്തവണത്തെ നടന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരമാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. പിന്നെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് തൃശ്ശൂരാണ്. 3ാം സ്ഥാനം കണ്ണൂരിനാണ്. ഇനി അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത് കണ്ണൂരാണ്. ഓക്കെ. ഡോക്ടർ MR രാഘവ വാര്യർക്ക് കേരള ജ്യോതി. ഡോക്ടർ MR രാഘവ വാര്യർക്ക് കേരള ജ്യോതി. പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ MR രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം നൽകി. കാർഷിക രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് PB അനീഷിനും കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നർത്തകി രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരം നൽകി. മാധ്യമപ്രവർത്തകൻ ശശികുമാർ, TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹാൻ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, അഭിലാഷ് ടോമി കായികം, ജിലുമോൾ മാരിയത്ത് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനം എന്നിവർക്ക് കേരളശ്രീ പുരസ്കാരവും ലഭിച്ചു. ഡോക്ടർ MR രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു. പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ MR രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം നൽകി. കാർഷിക രംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് PB അനീഷിനും കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നർത്തകി രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരം നൽകി. മാധ്യമപ്രവർത്തകൻ ശശികുമാർ, TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹാൻ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, അഭിലാഷ് ടോമി കായികം, ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനം എന്നിവർക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കേരള ജ്യോതി പുരസ്കാരം, കേരള പ്രഭ പുരസ്കാരം, പിന്നെ കേരളശ്രീ പുരസ്കാരം. ഓക്കെ.
റഫാലിൽ പറന്ന് ദ്രൗപദി മുർമു. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നു. ഹരിയാനയിലെ അംബാലയിലുള്ള വ്യോമസേന വിമാനത്താവളത്തിൽ നിന്നാണ് പറക്കൽ നടന്നത്. ദ്രൗപദി മുർമു ഇത് 2ാം തവണയാണ് യുദ്ധവിമാനത്തിൽ പറക്കുന്നത്. യുദ്ധവിമാനത്തിൽ പറക്കുന്ന 3ാമത്തെ രാഷ്ട്രപതിയും 2ാമത്തെ വനിതാ രാഷ്ട്രപതിയുമാണ് ദ്രൗപദി മുർമു. പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഗഹാനിയാണ് രാഷ്ട്രപതി സഞ്ചരിച്ച റഫാൽ പറത്തിയത്. റഫാലിൽ പറന്ന് ദ്രൗപദി മുർമു. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നു. ഇനി വിട. സിരിക്കിത് തായ്ലൻഡിൻ്റെ മുൻ രാജ്ഞിയും നിലവിലെ രാജാവ് വജിറാലോങ്ഗോണിൻ്റെ അമ്മയുമായ സിരിക്കിത് കിതിയാര അന്തരിച്ചു. തായ്ലൻഡിൽ ഏറ്റവും അധികം കാലം ഭരണത്തിലിരുന്ന ഭൂമിബോൾ അതുല്യ തേജിൻ്റെ റാണിയായിരുന്നു. ഇവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 തായ്ലൻഡ് മാതൃദിനമായി ആചരിക്കുന്നു. തായ്ലൻഡിൻ്റെ മുൻ രാജ്ഞിയും നിലവിലെ രാജാവ് വജിറങ്കാലോങ്ഗോണിൻ്റെ അമ്മയുമായ സിരിക്കിത് കിതിയാക്കാര അന്തരിച്ചു. മാതങ്കി രാമകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പ്ലാസ്റ്റിക് സർജൻ മാതങ്കി രാമകൃഷ്ണൻ അന്തരിച്ചു. തൃശൂർ സ്വദേശിനിയാണ്. 2002 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 2014 തമിഴ്നാട് സർക്കാർ ഔവയാർ പുരസ്കാരം നൽകി. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ഇന്ത്യയിലും വിദേശങ്ങളിലുമായി ഒട്ടേറെ ജേണലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പ്ലാസ്റ്റിക് സർജൻ മാതങ്കി രാമകൃഷ്ണൻ അന്തരിച്ചു. മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക് അന്തരിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഹോക്കി ടീമിൽ അംഗമായിരുന്നു. 1973, 1978 വർഷങ്ങളിലെ ഹോക്കി ലോകകപ്പുകളിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങി 7 വർഷം ഇന്ത്യക്കായി കളിച്ചു. കണ്ണൂർ ബർണാശ്ശേരി സ്വദേശിയാണ്. കായികരംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2019 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിൽ അംഗമായിരുന്നു. മാനുവൽ ഫെഡറിക്കിന് 2019 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓർത്തു വെച്ചോണേ, 2019 മാനുവൽ ഫെഡറിക്കിന് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ഓക്കെ, താങ്ക് യു.